നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. അവസാന ഘട്ടം വരെ വിജയിച്ചു നിന്ന മാഞ്ചസ്റ്റർ സിറ്റി ഒടുവിൽ ഒരു പെനാൽറ്റി വഴങ്ങി മത്സരം സമനിലയിൽ പിരിയുന്ന കാഴ്ചയാണ് നമ്മൾ ഇന്ന് ഇത്തിഹാദ് സ്റ്റേഡിയത്തിൽ കണ്ടത്. ക്രിസ്റ്റൽ പാലസ് അവരെ 2-2 സമനിലയിൽ തളച്ചിരിക്കുന്നു. കളിയിൽ 24-ാമത്തെ മിനിറ്റിൽ ജാക്ക് ഗ്രീലിഷിൻ്റെ ഗോളിലൂടെ സിറ്റി മുന്നിലെത്തിയതാണ്. തുടർന്ന് 54-ാമത്തെ മിനിറ്റിൽ ലൂയിസിൻ്റെ ഗോൾ കൂടി പിറക്കുന്നു. ഏകപക്ഷീയമായ 2 ഗോളിന് മുന്നിൽ. 76-ാമത്തെ മിനിറ്റിലാണ് മറ്റേറ്റയിലൂടെ ക്രിസ്റ്റൽ പാലസ് ഒരു ഗോൾ മടക്കുന്നത്. 90 മിനിറ്റ് പിന്നിടുമ്പോഴും സിറ്റി 2-1 മുന്നിലാണ്. പക്ഷേ അവസാനം ഒരു പെനാൽറ്റി ക്രിസ്റ്റൽ പാലസിന് അനുകൂലമായിട്ട് റഫറി വിധിക്കുന്നു. സിറ്റി താരങ്ങൾ വളരെ ഫ്യൂരിയസ് ആയിരുന്നു. പക്ഷേ ആ പെനാൽറ്റി ഗോളാക്കി മാറ്റിക്കൊണ്ട് ഒലീസെ ക്രിസ്റ്റൽ പാലസിന് സമനില നേടിക്കൊടുത്തു. 2-2 സമനിലയിൽ മത്സരം അവസാനിച്ചു. അത് സിറ്റിയെ സംബന്ധിച്ചിടത്തോളം മത്സരം വിജയിച്ചിരുന്നെങ്കിൽ 2ാം സ്ഥാനത്തേക്ക് കയറുമായിരുന്നു. അത് സാധിച്ചില്ല. 17 കളികൾ പിന്നിടുമ്പോൾ 10 വിജയങ്ങൾ മാത്രമാണ് സിറ്റിക്ക് ഇത്തവണയുള്ളത്. 4 സമനിലകളും 3 തോൽവികളുമായി 34 പോയിന്റ്. ഇപ്പോൾ അവർ പോയിന്റ് പട്ടികയിൽ 4ാം സ്ഥാനത്താണ്. പക്ഷേ സിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ നിരന്തരം പോയിന്റുകൾ ഡ്രോപ്പ് ചെയ്യുന്നത് ഇത്തവണ ഒരു വലിയ തിരിച്ചടിയായി മാറുന്നുണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അതേസമയം ഇന്ന് നടന്ന മറ്റു മത്സരങ്ങളുടെ റിസൾട്ട് ഒന്ന് നോക്കാം. ഇന്ന് ന്യൂകാസിൽ യുണൈറ്റഡ് ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് ഫുൾഹാമിനെ പരാജയപ്പെടുത്തിയിരിക്കുന്നു. അവർക്ക് വേണ്ടി മെലി 57-ാമത്തെ മിനിറ്റിൽ ഗോളടിച്ചു. തുടർന്ന് 64-ാമത്തെ മിനിറ്റിൽ ആൽമിറോണും 82-ാമത്തെ മിനിറ്റിൽ ബേണും ഗോളടിച്ചപ്പോൾ ഏകപക്ഷീയമായ 3 ഗോളുകളുടെ വിജയമാണ് അവർ സ്വന്തമാക്കിയത്. അതേസമയം ചെൽസി ഇന്നത്തെ മത്സരം 2-0 വിജയിച്ചത്. ഷെഫീൽഡ് യുണൈറ്റഡിനെ അവർ 2-0 പരാജയപ്പെടുത്തുമ്പോൾ പാൽമറും ജാക്സണുമാണ് ഗോളുകൾ കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും ചെൽസി ഇപ്പോൾ ഈ മത്സരം വിജയിച്ചതോടുകൂടി 17 കളികളിൽ നിന്ന് 22 പോയിന്റ് നേടിയിട്ടുണ്ട്. 10ാം സ്ഥാനത്താണ് അവരുള്ളത്. ന്യൂകാസിലാവട്ടെ 17 കളികളിൽ നിന്ന് 29 പോയിന്റോടെ 6ാം സ്ഥാനത്താണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.